വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്നൊരു ക്ലീനിങ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. കുറേ ദിവസമായി വിചാരിക്കുന്നു വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യണമെന്ന്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് റുവാടെ ഈ ഒരു വാർഡ്രോബിൽ നിന്നാണ്. അപ്പോൾ റുവാടെ ഡ്രസ്സുകളൊക്കെ ആകെ മെസ്സി ആയിട്ട് കിടക്കുന്നുണ്ട്. എല്ലാം ഒന്ന് സെറ്റാക്കണം. അതിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്, കളയാനുള്ള ഡ്രസ്സുകൾ മാറ്റിയേക്കണം, പിന്നെ അതിലെല്ലാതും സെറ്റാക്കി വെക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച എല്ലാം കൂടി ഒരു ദിവസം ചെയ്യാൻ എന്തായാലും പറ്റില്ല. അപ്പോൾ ഇന്ന് റുവാൻ്റെ ഈ ഒരു വാർഡ്രോബ് ഫുള്ളായിട്ടും ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ടാസ്ക്. അതാണ് റുവ ബേബിനായിട്ട് ഇൻട്രോ പറയാൻ വന്നിട്ട്. ഗുഡ് ഗേളാണ് ഇട്ട. അപ്പം നമുക്ക് സ്റ്റാർട്ടാക്കിയാലോ? റുവ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നുണ്ട്, കാരണം അവിടെ TV ഓണാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ വോളിയം ഫുൾ കുറച്ചിട്ട് TV ഓണാക്കിയിട്ടുണ്ട് അവൾ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഓ ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ ക്ലീനിങ്. ആദ്യം ഞാനിത് ഓപ്പൺ ആക്കിയിട്ട് ഇതിൻ്റെ ഒരു കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. നിങ്ങൾ കണ്ടിട്ട് നെറ്റരുത്. കണ്ട, എല്ലാം ഭയങ്കര അലമ്പായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്നിന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ഈ ഒരു കള്ളിയിൽ നിന്ന് നമുക്ക് ഒതുക്കി തുടങ്ങാം. ഈ ഒരു ഫസ്റ്റ് കള്ളിയിൽ ഫുൾ റുവ ബേബിൻ്റെ ടെറക്കികളാണ് വരുന്നത്. അപ്പോൾ റുവാടെ ചിലത് യൂസ് ചെയ്തതുണ്ട്, യൂസ് ചെയ്യാത്തതുണ്ട്. എന്തായാലും നമ്മളുടെ ന്യൂ ബേബിക്ക് പുതിയ ടെറക്കിയൊന്നും വാങ്ങേണ്ടി വരില്ല. ഒരുപാട് ടെറക്കി ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഇതിങ്ങനെ 2 കവറിലായിട്ട്, ഒരു കവറിൽ റുവാടെ ഷൂവ്, ചെരുപ്പ്, സോക്സ് അങ്ങനത്തെ ഐറ്റംസും, ഈ ഒരു കവറിൽ ഇങ്ങനെ ക്ലിപ്പ്, ബണ്ണ്, വള, മല ഐറ്റംസ് ഒക്കെയാണ് ഉള്ളത്. അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ സെറ്റായിട്ട് എടുത്ത് വെക്കുകയാണ്. ഈ മുടിമടണ ഐറ്റംസ് ഒക്കെ ഇപ്പോൾ ചെയ്യാൻ മതി കൊടുന്നു കൊടുത്തിട്ടുള്ളത് കേട്ടോ. റുവാക്ക് ഇങ്ങനെ ബിഗ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വരുന്നത് ഇഷ്ടം. റുവ അതൊക്കെ നല്ല ഭംഗിയുണ്ട്, ഇത് വെച്ച് നോക്കിയേ. നോക്കട്ടെ, നല്ല ഭംഗിയുണ്ടല്ലോ. അളയല്ലേ, ഒന്നും തലയിൽ വെക്കണ ഇഷ്ടമില്ല കേട്ടോ. അപ്പോഴത്തേക്കും അത് ഊരി കളയും. അത് തരുമോ ഉമ്മാക്ക്? ആ ബോക്സ് തരുമോ ഇതിലിട്ട് വെക്കാൻ, ഇതിട്ട് വെക്കാന്? താങ്ക് യു. ഇതൊക്കെ ഇതിലിട്ട് വെക്കിട്ടാ. ഈ ബണ്ണുകളൊക്കെ കണ്ട ഇങ്ങനെ ഉള്ള ഈ സംഭവങ്ങളൊക്കെ റുവാക്ക് കുഞ്ഞു ദീദി കൊടുത്തിട്ടുള്ളതാണ് കേട്ടാ. റുവ ബേബിക്ക് ദീദിമാരൊക്കെ ഉള്ള കാരണം കുറേ ഹെയർ ബോസ് ഒക്കെ കിട്ടുന്നുണ്ടല്ലേ. റുവ ഒന്നും ഇടണില്ല എന്ന് മാത്രം. ഇഷ്ടണ്ട അതൊക്കെ റുവ കളേഴ്സ്? ഹായ്, കണ്ടാ സൂപ്പർ അല്ലേ? എടുത്തു വെച്ചതില് ഉമ്മ എടുത്തു വെക്കട്ടെ, സാധനങ്ങൾ എടുത്തു വെക്കട്ടെ. ബേബിക്ക് കളിക്കാനാ? ഗുഡ് ഗേൾ. ഇതുകൊണ്ട് മൂടി വെച്ചേ, ഇതുകൊണ്ട് മൂടി വെച്ചേ. റുവാടെ ഈ ഡ്രസ്സുകളൊക്കെ സെറ്റാക്കി വെക്കലാണ് ഇനി അടുത്ത പരിപാടി. ഇതിലിപ്പോൾ ഡ്രസ്സ് മടക്കി വെക്കാൻ കുഞ്ഞി ഡ്രസ്സായ കാരണം മടക്കി വെക്കാൻ സിമ്പിളായിരിക്കും. പക്ഷെ ഇതിൽ കുറേ ഡ്രസ്സുകൾ ഇപ്പോൾ അവൾക്ക് ചെറുതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് വേറെ വെക്കണം. പിന്നെ അപ്പോൾ ഇതിൽ ആവശ്യമുള്ളപ്പോൾ ഇടാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രം ആ ഒരു കള്ളിയിൽ സെറ്റ് ചെയ്ത് വെക്കാന്നുണ്ടോ വിചാരിക്കും. നമുക്ക് അതൊക്കെ ചെയ്യാം. ഇപ്പം തണുപ്പായ കാരണം കൊണ്ട് തന്നെ ഇങ്ങനെ ഉടുപ്പുകളൊന്നും അധികം ഇട്ട് കൊടുക്കുന്നില്ല. ഫുൾ പാൻറ്റും പിന്നെ ഷർട്ട് പോലത്തെ ഡ്രസ്സൊക്കെയാണ് ഇട്ട് കൊടുക്കും, ബനിയൻ അങ്ങനത്തെ.
കൈയുള്ള മോഡൽ. അപ്പോൾ ഉടുപ്പുകളാണെങ്കിൽ ഫുൾ കൈയില്ലാത്തതാണ് മിക്ക ഉടുപ്പുകളുള്ളത്. അപ്പോൾ ഇപ്പോൾ കുട്ടിക്ക് ഇടാൻ പറ്റണില്ല, അപ്പോൾ ഒക്കെ ചെറുതായി പോവാ. എന്തായാലും നമുക്കിതൊക്കെ മടക്കി വെക്കാം. ഇങ്ങനെ ഇതേ പൊന്തി നിൽക്കുന്ന ടൈപ്പ് ഉടുപ്പൊക്കെ കുറേ ഉണ്ട് കേട്ടോ ബേബിക്ക്. ഇപ്പോൾ ഇവിടുന്നൊക്കെ ആകുമ്പോൾ തീരെ ഇടണില്ല അങ്ങനത്തെ ഉടുപ്പുകൾ. സാധാരണ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ ഉടുപ്പൊക്കെ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ വെറുതെ ചെറുതായി പോകും. ഞാൻ ഈ ഒരു സൈഡിൽ ഇങ്ങനത്തെ ഉടുപ്പുകളൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. റുവ ബേബീൻ്റെ പുതിയ ഡ്രസ്സുകളുള്ള ഉടുപ്പല്ലാത്ത ഡ്രസ്സുകളുണ്ട്. അതൊക്കെ താഴെ സ്വെറ്ററും പിന്നെ കുറച്ച് വേറെ ഡ്രസ്സുകളും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻറ്റും ടീഷർട്ടൊക്കെ കൂടുതലും പുതിയതും ഇപ്പോൾ വീട്ടിലിട്ട് കൊടുത്തിട്ട് കഴുകാനൊക്കെ ആയിട്ട് ഇട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കളിയിൽ ഫുള്ള് പുറത്ത് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സുകൾ മാത്രമാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു കളിയിൽ അപ്പോൾ റൂമോളുടെ സാധാരണ ഇടുന്ന ഡ്രസ്സുകൾ വെക്കുന്നുണ്ട്. ഇതും ഇത്ര ഡ്രസ്സല്ല, പിന്നെ ഇനി കഴുകാനിട്ടയിലും ഡ്രസ്സുകൾ വരാണ്ട്. അപ്പോൾ എന്തായാലും ഒരു സൈഡ് അങ്ങനെ ഡ്രസ്സുകൾ വെക്കാൻ വെച്ചിട്ട് ഈ ഒരു സൈഡിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഐറ്റംസ് വെക്കാം. ഇനി ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് റുവ ബേബിയുടെ ഒരുപാട് അടികൾ കളക്ഷൻ ഉണ്ട്. ഇതിൽ വലുതും ചെറുതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഇത് ഇതിലിരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇത് റുവ ബേബിക്ക് ഇപ്പോൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് കേട്ടോ ഈ ഒരു ബോക്സിലുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ തണുപ്പിനുള്ള ക്യാപ്പുകളും പിന്നെ നോർമൽ ക്യാപ്പ്, പിന്നെ ടവൽസ്, വെറ്റ് വൈപ്സ്, അതൊക്കെയാണ് ഇതിലുള്ളത്. ഇതിലിനി നെക്സ്റ്റ് ബേബിക്ക് യൂസ് ആക്കാൻ പറ്റിയ പോലത്തെ ഐറ്റംസ് ആണ്. സോക്സ്, മിറ്റൻസ്, ക്യാപ്പ്, പിന്നെ ഷാമ്പു, അതൊക്കെ നല്ലത് നോക്കിയിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതും ഇതിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് താഴത്തെ ഈ ഒരു കള്ളിയും കൂടി ഉണ്ട് സെറ്റാക്കി എടുക്കാൻ. ഈ ഒരു ബ്ലാങ്കറ്റ് ഉണ്ടല്ലോ, ഇത് നല്ല കട്ടിയുള്ള ബ്ലാങ്കറ്റാണ്. നമ്മൾ എങ്ങനെയെങ്കിലും പുറത്തേക്ക് എങ്ങനെയെങ്കിലും പാർക്ക് അങ്ങനെ എവിടേക്കെങ്കിലൊക്കെ പോകുകയാണെങ്കിൽ ബേബിനായിട്ട് ഇത് വിരിച്ചിട്ട് അതിൽ കെടുത്തൊക്കെ ചെയ്യാം. ഇത് റുവാക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന റൗണ്ട് ബെഡാണ്. പക്ഷേ റുവ യൂസ് ചെയ്തിട്ട് പോലല്ലോ ഒറ്റ പ്രാവശ്യം പോലും. അവൾക്ക് ഇതിൽ കെടുക്കാൻ ഭയങ്കര പേടിയായിരുന്നു. അത് കാരണം ഇതിപ്പോൾ എപ്പോഴും ഇവിടെ ഇരിക്കുകയാണ്. ബാക്കിയുള്ളതൊക്കെ യൂസ് ചെയ്ത് ഒരു വിധമായിട്ട് നമ്മൾ കളഞ്ഞു. ഈ ഒരു റൗണ്ട് ബെഡ് മാത്രം ഇതിലുണ്ട്. അതിൻ്റെ കൂടെയുള്ള സംഭവങ്ങളാണ് കേട്ടോ അതൊക്കെ. പില്ലോ, ഇങ്ങനത്തെ സ്റ്റാർ ഷേപ്പും ലവ് ഷേപ്പും ഒക്കെ ഉണ്ട്. ഇത് റുവമോളുടെ തൊട്ടിയാണ് കേട്ടോ, രാരീരം തൊട്ടി. അതിൻ്റെ കൂടെ നെറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ റുവ ഇതിലേക്ക് എടുക്കലില്ല, ഊഞ്ഞാലയിലാണ് കിടക്കല്. അതാണ് അവൾക്ക് ഇഷ്ടം. അപ്പോൾ പിന്നെ അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴെ ഒരു വലിപ്പം കൂടി ഉണ്ട്. അതിലിങ്ങനെ കിലുക്ക പോലത്തെ സംഭവങ്ങളൊക്കെ വെച്ചേക്കണം കേട്ടോ. അപ്പോൾ റുവ ബേബിയുടെ കബോർഡ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഫൈനൽ ലുക്ക് നോക്കിയാലോ. അപ്പോൾ ഇതേ റുവ ബേബീൻ്റെ ഈ ഒരു വാർഡ്രോബിലത്തെ എല്ലാ കള്ളികളും ഒരുവിധം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സാധനങ്ങൾ എടുക്കാനൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും എന്നുള്ള രീതിയിലായിട്ടുണ്ട് കേട്ടോ. എല്ലാം ഒന്ന് ഒതുങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്ന് ഞാൻ റുവാടെ ഈ ഒരു വാർഡ്രോബ് സെറ്റ് ആക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്.
എല്ലാ പണിയും കൂടിയും ഒരു ദിവസം നടക്കില്ല. അപ്പോൾ ഇത് സെറ്റാക്കിയിട്ടുണ്ട്. ധ്രുവ ബേബി ആണെന്നുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരുന്നില്ല കേട്ടോ, അവളവിടെ ഭയങ്കര ബിസിയാണ്, ഓരോന്ന് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ ബാക്കി ക്ലീനിങ് ഒക്കെ ചെയ്യാം. ഞാനിനി ഇക്കുവിനെ ഏതെങ്കിലും ഇങ്ങനെ വീക്കെൻഡിൽ ഓഫൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഒന്നിച്ച് ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ കിട്ടിയിട്ട് രണ്ടുപേർക്കും കൂടി ചെയ്യണം. അപ്പോൾ എൻ്റെ ഡെലിവറി ടൈമൊക്കെ ഏകദേശം ആവാനായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇക്കുവിൻ്റെ ഉമ്മ വരുന്നുണ്ട്, ഈ 26-ന് എത്തും. അപ്പോൾ ഇനി ഒരു 1 വീക്കും കൂടി ഉള്ളു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉമ്മ വരുന്നതിന് മുന്നായിട്ട് ഇവിടെ ഒക്കെ ഒന്ന് ക്ലീനാക്കി സെറ്റാക്കി ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇക്കുവിനെയും കൂടി കിട്ടിയിട്ട് രണ്ടുപേരും കൂടി ഒരു ദിവസം ഒരു ഡീപ്പ് ക്ലീനിങ് വ്ളോഗ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത പോലെ ഞാൻ വിചാരിക്കുന്നുണ്ട് ഓരോ ദിവസം ജസ്റ്റ് ഓരോ കബോർഡ് ക്ലീൻ ആക്കാമെന്ന്. ഇന്നിപ്പോൾ റുവ ബേബിൻ്റെ ക്ലീൻ ആക്കി, ഇനി നാളെങ്ങാനുമായിട്ട് ഞങ്ങളുടെ കബോർഡ് ഒന്ന് ക്ലീൻ ആക്കണം. പിന്നെ അതൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഐറ്റംസ് സെറ്റാക്കിയാൽ മതി. പിന്നെ കിച്ചണൊക്കെ ഒന്ന് മെയിൻലി ക്ലീൻ ആക്കണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഫസ്റ്റ് ടൈം നമ്മളുടെ വ്ളോഗ് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.